ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളതൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് തക്കാളിയും സവാളയും ഒന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനു വേണ്ടി 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാനിലേക്ക് ഇതിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പാന് ഞാനിപ്പോൾ ഫ്ലെയിം ഓണാക്കാതെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് 5-6 ചെറിയ ഉള്ളി ചതച്ചതും 1/2 ടീസ്പൂണ് ജിഞ്ചർ പേസ്റ്റും 1/2 ടീസ്പൂണ് ഗാർലിക് പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് പൊടി 1/2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, മുളക് പൊടി 1.5 ടീസ്പൂണ്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊരു 1/4 ഗ്ലാസ് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഇനി നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് ഫ്ലെയിം ഓണാക്കി ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് തുറന്നു നോക്കി ഇളക്കി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാൻ നോക്കാം. ചിലപ്പോൾ അടിയിപ്പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വീണ്ടും മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൂടിയൊന്ന് തുറന്നൊന്ന് നോക്കുകയാണ്. അപ്പോൾ ഏകദേശം നമ്മൾ പ്രോൺസൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇതുവരെ വെളിച്ചെണ്ണയോ ഓയിലൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 2-3 ടീസ്പൂണ് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെമ്മീൻ റോസ്റ്റിന് വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അധികമായിട്ടൊന്നും ചേർത്ത് കൊടുക്കണ്ട, 2-3 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ടപ്പോഴേക്കും നല്ലൊരു സ്മെല്ല് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു റോസ്റ്റ് പരുവത്തിലാണ്, ഇങ്ങനെ ഗ്രേവിയുള്ള രീതിയിലാണ് വേണ്ടതെങ്കിൽ ഒന്നും നന്നായി തിളപ്പിച്ച് നമുക്ക് ഈ ഒരു ഗ്രേവി രൂപത്തിലെടുക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ റോസ്റ്റ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഇനിയിപ്പോൾ കൂടുതൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. തേങ്ങാപ്പാലും വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ കൂടിയിട്ടുള്ള പ്രത്യേക ഒരു ടേസ്റ്റ് ഇതിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരേക്കും ബൈ.